പുഴേൻ്റെ സൈഡിൽ തന്നെ വരുമോ കേട്ടോ. പുഴ അതിൻ്റെ ഏകദേശം ഒരു സൈഡിലായിട്ടാണ് വരിക. അല്ല ഇവിടെ ഇത് മഹാവിഷ്ണു ക്ഷേത്രം അല്ലേ. നമ്മൾ ശിവക്ഷേത്രത്തിലല്ലേ പോകാൻ വേണ്ടി. അത് അപ്പുറത്തുള്ള മഹാദേവ ക്ഷേത്രം, 2 ക്ഷേത്രം അടുത്തത് തന്നെയാണ്. ഭഗവാനെ അങ്ങ് താഴോട്ട്. ഇത് മഹാവിഷ്ണു ക്ഷേത്രം, മറ്റേത് ഇത് മലബാർ ദേവസ്വം വിഷ്ണു ക്ഷേത്രം. ഇത് വിഷ്ണു ക്ഷേത്രം കേട്ടോ. ഇവിടെ ഒന്ന് ചവിട്ടണേ. മഹാവിഷ്ണു ക്ഷേത്രവും മഹാദേവ ക്ഷേത്രം ഒരുമിച്ചാണ്. ഓ അങ്ങനെയുള്ള നമുക്ക് മുന്നിൽ അപ്പുറം തന്നെ ഒരാൾക്ക് ഞാട് ഇറങ്ങാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു സംഗതി കാണിച്ചു തരാൻ വെച്ചിട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടേ നമുക്ക് കണ്ണാ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടാവും, അതുകൊണ്ടാണ്. അതിൻ്റെ ആ ഒരു വളവ് കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന രീതി ഒരു ബാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താണെന്നല്ലേ നോക്കോ, കണ്ടോ, ഇതാ കണ്ട ഒരു പുഴയാണ്. കണ്ടോ അടിപൊളി സംഭവമല്ലേ. ചൂരൽമഴയെല്ലാം അവിടെ പോയപ്പോൾ അവിടെയുള്ള ഒരു ഫീലോ അനുഭവപ്പെട്ടെ. ഞാനവിടെ പോയിട്ടില്ല കേട്ടോ, പോകാൻ വേണ്ടി നിന്നത്. അത് പക്ഷെ പറ്റിയില്ല. പലതവണ നമ്മളെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ട് വയനാട്ടിൽ പോയാണ്ട് പിന്നെ അവിടെ ജൈനമതക്കാരുടെ ക്ഷേത്രം ചിത്രീകരിക്കാണ്ട് ശിവക്ഷേത്രം ഉണ്ടെന്നെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു മുമ്പിട്ട്. കുട്ടികളങ്ങനെ കളിക്കുന്നുണ്ട് ഫുട്ബോൾ. നമുക്കൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം. ഒരു മിനിറ്റ്. പുഴ കണ്ട ആഴമുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നല്ല ആഴം. നല്ല സ്പീഡാണ് കേട്ടോ പുഴക്ക്. ഒഴുക്കിന് നല്ല സ്പീഡുണ്ട് കേട്ടോ. കാല് വലിയുന്നുണ്ട്, ശരിക്കും അടിയോട്ട് വലിഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ കാണുന്നില്ല, നിങ്ങൾ നോക്കട്ടെ, ഇടത്തിന് നോക്കട്ടെ. എന്നാ സ്പീഡൊക്കെ അടിവെച്ചിലുണ്ട്, നല്ല അടിവെച്ചിലുണ്ട്. കാരണം വളവ് ബെൻഡായതുകൊണ്ട് എന്തായാലും അവിടെ കുഴി ഉണ്ടാവും. ഇങ്ങ് മല കണ്ട, നല്ല മഴക്കാറുമുണ്ട്. ഇവിടെ പിന്നെ ഇരിട്ടി തന്നെയുള്ള മഹാവിഷ്ണു ക്ഷേത്രവും ഇത് ശിവക്ഷേത്രമാണ് കേട്ടോ മുകളിലുള്ളത്. അതിന് തൊട്ടപ്പുറം മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അവിടുത്തെ അനുമതി കിട്ടിയില്ല. അപ്പം ഭഗവാൻ അവിടെ അതിൻ്റെ അനുമതിക്ക് വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങളിലേക്ക് കിടക്കാം. ആ ഇതാരെങ്ങനെ ഇരുന്നിന്? എൻ്റെ മോനാ ഗണേശ. ഒരു അനാഥനെ പോലെ രാജാവിനെ പോലെ ഇരുന്നിട്ടുണ്ടല്ലോ. കൊണ്ട് കളഞ്ഞതാണോ ചാടിയതാണോ ഒന്നും അറിയില്ല. പിന്നെ വണ്ണാണ്ടായി പോയി എല്ലാവർക്കും കൈ പൊട്ടിയോണ്ടാന്ന് അല്ലേ. അടിപൊളി സീനറിയാണ്. ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. റെക്കോർഡ് ആകുന്നുണ്ടല്ലോ.
ഇതിപ്പോൾ നിങ്ങൾ ഈ ക്യാമറ തന്നെ കാണണം. എൻ്റെ ഫോണൊന്നുമില്ല. ആ ഫോണില്ലാണ്ടാണ് ഞാൻ അത് ശരി. വേറെ ആളെ വേറെ തെണ്ടീൻ്റെ ആവശ്യമില്ല. മറ്റാൾ പറഞ്ഞിട്ടില്ലേ അത് അവനായി കാലോട്ട് നമുക്ക് സ്വയമായിട്ട് ചെയ്യാം. അപ്പം അത് ഇത് ഫോണിൽ നമ്മൾ കണക്ട് ആയി. ആ ഇത് വരുന്നുണ്ട്. പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടി എന്ന് പറഞ്ഞ ദേശത്താണ്. കിയൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ 2 ക്ഷേത്രം മുഖാമുഖമായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്ര കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഇതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് നമ്മളോട് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു നമ്മുടെ നാട്ടിലിങ്ങനെ ക്ഷേത്രമുണ്ട്. ഒന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഇന്ത്യയാണ്, പിന്നെ ഒന്ന് നാട്ടുകാർ നടത്തുന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം മഹാദേവ ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായത്, പിന്നീടാണ് താഴത്തൊരു ക്ഷേത്രം നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥകളും ഐതിഹ്യങ്ങളും നമുക്കിതിൻ്റെ വ്യക്തമായിട്ടുള്ളത് നമുക്കിതിൻ്റെ ആധികാരികമായിട്ടുള്ള ഇത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ലെവലിൽ ക്ഷേത്രം കാണുന്ന ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണണ്ടേ ആ ക്ഷേത്ര കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വേഗം വരാം. ഇതാണ് ക്ഷേത്ര കവാടം കേട്ടോ. മഹാവിഷ്ണു ക്ഷേത്രമാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നേരെ മുകളിൽ ഒരു മഹാദേവ ക്ഷേത്രമാണ് ഉള്ളത് കേട്ടോ. താഴെയാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രം. പത്ത് 40 വർഷത്തിലധികം പഴക്കമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് അവരുടെ അധികാരിയോട് ചോദിച്ചിട്ടില്ല. ഞാൻ ഏകദേശം എൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞതാണ്. താഴെ തന്നെ അയ്യപ്പസ്വാമീൻ്റെ ഒരു സന്നിധാനമുണ്ട് കേട്ടോ.